ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. എനിക്ക് വീഡിയോയുടെ ഇടയ്ക്ക് ഒരു മുട്ടൻ പണി കിട്ടി, അത് ഞാൻ ഇടയ്ക്ക് പറയാം. അപ്പോൾ എന്താ ചിക്കൻ നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കുവാണ്. ഇന്ന് എനിക്ക് ഏട്ടനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഏട്ടനോടാണ് ഞാൻ കാര്യം പറയുന്നത്. സാധാരണ മീനൊക്കെ വെട്ടാതിരിക്കുമ്പം ഒരുപാട് പൂച്ചകളുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോയൊക്കെ ഇന്ന് ഒരാളെ ഉള്ളായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും തേങ്ങ, നമ്മുടെ ചീളി തേങ്ങാപ്പൂള് അതിനകത്ത് ചേർക്കാനാണ് കേട്ടോ ഞാൻ തേങ്ങ എടുത്തു വെച്ചേക്കുന്നത്. തേണ്ട സവാള എനിക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ സ്പീഡിന് അരിയാനാണ് എളുപ്പം. പലകയിലൊക്കെ വെച്ചാൽ എനിക്കത് സെറ്റായി വരത്തില്ല. അപ്പോൾ തേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്തു. എന്നെ കളിയാക്കുന്നുണ്ട്, അതിനാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ സവാളയും പച്ചമുളകും തേങ്ങാപ്പൂളും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി അങ്ങനെ എല്ലാവരും ഇടാറില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ, നല്ലതാണ്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ കടുവൊക്കെ ഇട്ട് മറ്റേ സവാളയൊക്കെ ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റായി പോയി. എൻ്റെ മോനാണ് അത് ഡിലീറ്റാക്കി കളഞ്ഞത്. അപ്പം നിങ്ങൾ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ കടുകും തേങ്ങാപ്പൂളും ആദ്യം ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ തക്കാളിയും സവാള എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പം അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മൂപ്പിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നല്ലപോലെ അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് ഒന്ന് നല്ല ആ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാവും. അപ്പം മസാല എനിക്ക് തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുതിയത് ഏട്ടൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതൊന്ന് മൂപ്പിച്ചു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല മസാലയൊക്കെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി നല്ല അടച്ച് അതൊന്ന് നല്ല കറി ഒന്ന് പറ്റി നല്ല സെറ്റായിട്ട് വരണം. അപ്പം ഞാൻ ചിക്കൻ കറി വെക്കാൻ കഴുകാൻ എടുത്തപ്പോൾ തൊട്ട് എൻ്റെ മോൻ അമ്മ എനിക്ക് ചിക്കൻ കാലിതാന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. എൻ്റെ കുറുനരി വന്ന് ചിക്കൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറിയും പിന്നെ നമ്മൾ ഒടിയൻ പയറിൻ്റെ തോരനും നീളം പയറെന്നാണ് പല പേരാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ബീട്രൂട്ടും സവാളയും കൂടെ ചേർത്തുള്ള സലാഡും പിന്നെ തൈര് സലാഡും സാമ്പാറും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ടാറ്റ.